Okay, students. So we are getting into a new topic called parasocial relationship. So what do you know about this topic? Anyone? Okay. So have anybody created an imaginary friend in your childhood or in your life? When life feels heavy with tiredness, a day comes that changes everything. Hello? Hello? Hey, how's the room? Room is okay, man. It's not that good, but fine for now. ഒരു വർഷമല്ലേ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്. I have to anyways. I have no other place to go. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണ്. ഷീ യൂസ് ടു ലീവ് ദർ. എനിവേ ഹൗസ് ദ കോളേജ്? സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാ? You know, right, how the students are. I know. It's fine, okay-ish, but they are very naughty, but I have to manage. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിളിച്ചതാ. I need your help. Actually, I'm in love with this person. Huh? Which person? അവൻ ഒരു ക്രിസ്ത്യാനിയാണ്. നിനക്ക് എൻ്റെ വീട്ടുകാരെ അറിയാലോ. വീട്ടുകാരോട് ഞാൻ പറഞ്ഞ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് നിന്നെ വിളിച്ചേ. നിനക്ക് എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? Okay, this is complicated now. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എൻ്റെ വീട്ടുകാർക്ക് നിന്നെ എന്നെക്കാട്ടിലും കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് നീ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കേ. Okay. ഞാൻ നിനക്ക് അവൻ്റെ ഫോട്ടോ അയച്ചു തരാം. നീ ഒന്ന് നോക്ക്. Okay, let's see what I can do. പിന്നെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. Definitely, I'll call you, okay? ശരി. Bye. ബൈ. Hello? ഹലോ. എടാ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. അത് ഇപ്പോൾ എങ്ങനെ പറയണ്ടേന്നറിയില്ല. അത് Tell me. അത് നീ പാനിക് ആവരുത്. What happened? കാശിക്ക് എന്തോ പറ്റിയെന്ന് ഞാൻ കേട്ടെ. എന്തോ What happened? Tell me. എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് കേട്ടെ. ഇപ്പം സാക്കിയതാ വിളിച്ചേ. എനിക്കിപ്പോൾ What happened? Tell me. നീ പാനിക് ആവില്ലേ? അവൻ എനിക്ക് രാത്രി എപ്പോഴേലും വിളിച്ചിരുന്നോ? No, I didn't get any call from him. It's been long. ഞാനിതിപ്പോൾ എങ്ങനെ നിന്നോട് പറയാ? Hello? ഞാനിതിപ്പോൾ എങ്ങനെ? Hello? എടാ, Tell me clearly, what are you saying? എടാ, കാശി പോയടാ. I was an orphan. I'll tell you how.
So my dad was a Madrasi and my mom was a Mumbaikar. They passed away in a car crash. और मैं यहाँ अकेली पड़ गई. लेकिन हाँ, उस चीज़ को बार बार फील कराने में मेरे रिलेटिव्स ने कभी कोई कसर नहीं छोड़ी. एज अ किड हमेशा ये चाहा कि जल्दी जल्दी इन सब से दूर अपनी एक पहचान बनाऊं. सो हियर आई एम इन मैंगलोर अपनी हायर स्टडीज़ पूरी करने. I didn't really had any thought of socializing. But yeah, I don't know. Just this guy kept on falling on my way. വെയിറ്റ് ഇനി ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ കാശി. ഐ എം ബോൺ ഫ്രം എ പ്ലേസ് കോൾ തിരുവനന്തപുരം, വെയർ വി ട്രിവാൻഡ്രിയൻസ് കോൾ അവർ സെൽഫ് ആസ് പപ്പനാവിൻ്റെ സ്വന്തം മക്കൾ. അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സംഭവം നടന്നത് 2012. ലോകം അവസാനിക്കുമെന്ന് വിചാരിച്ചു നിന്നവരെ എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട് ലോകം അതിനേക്കാൾ സ്പീഡിൽ മുന്നോട്ട് നീങ്ങുന്ന ടൈം. ആ ടൈമിലാണ് എൻ്റെ സ്കൂളിങ് തുടങ്ങിയത്. എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവെന്ന് വെച്ച് ഇരുന്ന ഞാൻ ആ ഒരു ശത്രുവിനെ നേരിട്ട് കണ്ടു, ഹിന്ദി. അതോടെ എൻ്റെ ചരിത്രം മാറി. എന്തു പറയാനാ, എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും 10 പാസ്സായി. അങ്ങനെ എല്ലാവരും എടുക്കുന്ന ആ തീരുമാനം സയൻസ് ഞാനും എടുത്തു. ദാറ്റ് അറ്റ്ലീസ്റ്റ് ചോയ്സ് ഐ എവർ ടുക്ക്. അങ്ങനെ +1 കാര്യത്തിൽ തീരുമാനമായി +2 കയറി. ഉറപ്പായും പൊട്ടും എന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞ സമയത്തായിരുന്നു ആ ഒരു ഇൻ്റർനാഷണൽ ട്വിസ്റ്റ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ പോലും ഇങ്ങനൊന്നും ഉണ്ടാവില്ല. കോവിഡ്-19 കൊറോണ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, വന്നല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ എന്നെ അതിലേക്ക് പാസ്സാക്കി വിട്ടു. അപ്പോഴാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ മോഹം വീണ്ടും പൂമുട്ടത്, സിനിമ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാമെന്ന് പറഞ്ഞിരുന്ന ഞാനായിരുന്നു ഒരു വർണ്ണപ്പട്ടം പോലെ. പക്ഷെ അവസാനം പേര് പോലും നേരെ അറിയാത്ത ആ ബിടെക്കിൽ വന്നതാ ഇതുപോലെ ഇരിക്കുന്നു. ഫ്ലവർ ബ്രാക്കറ്റ് ആണോ അത്? No. നീ മലയാളിയാ? No. ഓ ജാട. നമുക്കൊക്കുന്ന ആളല്ല. ക്ലാസ്സൊക്കെ പതിയെ സ്ലോ ടോണിൽ പോകുന്ന ടൈമായിരുന്നു അതൊക്കെ. എന്നെപ്പോലെ തന്നെ ഒരു കുന്തവും മനസ്സിലാവാതെ ഇരിക്കുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടു, എൻ്റെ ചങ്ങായിമാർ. അവരില്ലാതെ എൻ്റെ കഥ പറയാൻ പറ്റില്ല. എൻ്റെ സങ്കടവും സന്തോഷവും എല്ലാം അവരുടെ കൂടെയായിരുന്നു. അവരില്ലാതെ ഐ എം ജസ്റ്റ് ഇൻകംപ്ലീറ്റ്. അങ്ങനെ അവരുടെ ഒപ്പം ഞാൻ ഫസ്റ്റ് സെം തീർത്തു. फर्स्ट सेम एग्ज़ाम के डेट्स तो आ गए थे, लेकिन क्या पढ़ना है और क्या नहीं हमें कुछ समझ नहीं आ रहा था. टीचर्स ने बड़े बड़े नोट्स तो दे दिए थे, लेकिन हर कोई क्लूलेस था. एग्ज़ाम के 2 दिन बाद ही हमारे रिजल्ट्स आ गए. लेकिन शॉकिंग बात ये थी कि जिसने भी सोचा था कि वो फेल होंगे, सारे पास हो गए. तो अब आता है टाइम कॉलेज के सबसे बड़े इवेंट का, कला स्पंदना. सब लोग बहुत एक्साइटेड थे. सबने बहुत मेहनत करी थी, चाहे वो डांसर्स हो या सिंगर्स. पर हाँ, एक प्रॉब्लम थी, हमें एक एंकर मिसिंग था. तभी अपर्णा को एक कॉल आता है. हेलो, लाइक यू टोल्ड मी अबाउट दैट मेल एंकर राइट? आई विल कम. तो ये सोचने की बात है, ये लड़का सबके पूछने पे तो मना कर दिया, लेकिन अचानक अब इसने खुद से कॉल किया. तो फाइनली वो दिन आ ही गया, द मच वेटेड कला स्पंदना. പക്ഷേ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ എന്തിനാ ഇവിടെ വന്നേന്നോ ചേർന്നേന്നോ ഒന്നും. അത് അവൾക്ക് വേണ്ടിയായിരുന്നു. ഈ ടൈമിൽ വന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം പറയാലോ, നിന്നെപ്പോലെ വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയാണ് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. സത്യം. നീ ഇങ്ങനെ നോക്കല്ലേ.
ഓക്കെ. ഐ ലൈക്ക് യു മോസ്റ്റ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു സോ മച്ച്. ഇപ്പോൾ ഒന്നും പറയണ്ട, പതിയെ ആലോചിച്ച് എടുത്താൽ മതി. ആ ക്ഷേത്രമല്ലേ, അവിടെ വെച്ച് കണ്ടാൽ മതി. ഞാനവിടെ ഉണ്ടാവും രാവിലെ. ഓക്കെ, ബൈ ബൈ ബൈ. ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരാതെ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്ന ക്ഷേത്രമാണിത്. ഇവിടെ എനിക്ക് മുമ്പ് വന്ന 2 പേരുണ്ട്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. അവരാദ്യമായി കണ്ടുമുട്ടിയത് ഇവിടെ വെച്ച. ഇനി എൻ്റെ കുഴപ്പം അറിയില്ല. ദൈവമേ, ഞാനിതുവരെ എനിക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ട് സമയമായാലോ ഈശ്വര. അവൾ എൻ്റെ ജീവിതത്തിലുള്ളതാണെങ്കിൽ അവൾ എൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണേ. ഒരു സൈനെങ്കിലും പ്ലീസ്. ഓയ്, ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഉത്തരവായിരുന്നു, പക്ഷെ അവളുടെ കയ്യിലുള്ളത് വേറെ ഉത്തരവായിരുന്നു. അപ്പം അതുപോലെ തന്നെ. I need time to think. പക്ഷേ അവളുടെ ആ ചിരിയിലും എന്തോ സംതിങ്. ഇനി എൻ്റെ തോന്നലാണോ അതോ അവൾക്കെന്നെ ഇഷ്ടമാണോ അറിയില്ല. പക്ഷേ അന്ന് വൈകുന്നേരമായിരുന്നു ആ ഒരു റിപ്ലൈ എനിക്ക് വന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു റിപ്ലൈ. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും അവൾ ഹാപ്പിയായിരുന്നു. മറ്റുള്ളവരെ പോലെ ആ ഡേറ്റ് ഈ ഡേറ്റ് എന്നൊന്നും പറഞ്ഞ് എന്നെ ഒരിക്കലും അവൾ ശല്യം ചെയ്തിട്ടില്ല. എടോ, ഇതൊക്കെ ഒരു തോന്നലല്ലേ? ഞാനും താനും എല്ലാം. എനിക്കറിയാം തനിക്ക് ആരുമില്ലെന്ന്. ഞാനുണ്ടാവും കൂടെ, എപ്പോഴും. എപ്പോഴും കൂടെ ഉണ്ടാവോ? എപ്പോഴും കൂടെ ഉണ്ടാവും. ഇൻറ്റേൺഷിപ്പ് ആ ഒരു കാലം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പെട്ടെന്നായിരുന്നു അത്. 4 മാസം. ബാക്കി എല്ലാവർക്കും ഇൻറ്റേൺഷിപ്പും കിട്ടി, എല്ലാം കിട്ടി. എനിക്കോ ഒന്നും ആയിട്ടില്ല. കല പറഞ്ഞതാ അപ്ലൈ ചെയ്യണോ, പക്ഷെ അവസാനം കലയെ കൊണ്ടുവാക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. കഴിഞ്ഞില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അവൾ പോകുന്നതൊന്നും എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് മാത്രം. എല്ലാവരും പോയപ്പോഴാണ് എല്ലാവരുടെയും വില ഞാൻ മനസ്സിലാക്കിയത്. കൂടെ ആരുമില്ലാതെ ഈ തനിമയെ. നാട്ടിൽ ചെന്നാലോ അവിടെയും ആരുമില്ല. ഈ ജീവിതം ഞാൻ എങ്ങനെ, എനിക്കറിയില്ല. എനിക്ക് അവരെയൊക്കെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടായി അവരെന്ത് വിചാരിക്കും? എൻ്റെ ജീവിതം വീണ്ടും മാറാണല്ലോ ഞാൻ പേടിച്ചതുപോലെ. പറ്റുന്നില്ല.
കാശി? എവിടെയാണ് നമ്മ തമ്മിലായിട്ട് ഇത്ര നാളും? काशी, ये सब क्या है? क्या कर रहे हो? What's wrong with you? क्या हुआ है बताओ. You know, right? You can tell me anything. എൻ്റെ കയ്യിനെല്ലാം വിട്ടുപോയി, ജീവിതമേ വിട്ടുപോയി. ഞാൻ വന്നത്തെ ടൈപ്പ്. No. എല്ലാം കൈവിട്ടുപോയാ പിന്നെ കാണുന്ന സ്വപ്നമാണ് മരണം. അത് നിനക്ക് മനസ്സിലാവില്ല. നീ ഇപ്പോൾ എവിടെയും പോകുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇനി നന്നാവില്ല. നീ നന്നായിരുന്നാ മതി. ഞാൻ പോക്കേസാ. എനിക്ക് इन्ना पोई नशिक नहीं आग्रहितതുപോലെ. पर मेरी एक बात सुन लो, मैं अपना सब कुछ यहाँ छोड़ कर आई हूँ और तुम ऐसे. I have done only one thing right with my life. അതിനെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇനി ഞാൻ പോകില്ല. ഓക്കെ? ജീവിതത്തിൽ ചില പേർക്ക് മാത്രമേ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുള്ളൂ. ഇപ്രാവശ്യം എനിക്കും കിട്ടിയിരിക്കുക. പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്രാവശ്യം ഞാൻ നഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ എൻ്റെ കൂടെ തന്നെ ദൈവം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരച്ചടക്കമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു വെളിച്ചം വരുന്നത് പോലെ. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്നാലും അവൾ കൂടെ ഉണ്ടാകുന്നൊരു ഉറപ്പുണ്ട് ഇപ്രാവശ്യം. So exams are done now. What are your plans? അറിയില്ല. ഈ കടൽ പോലെ കുറേ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുമ്പിലുണ്ട്. പിന്നെ നിന്നെ നോക്കണ്ടേ? നോക്കാം. Don't you think you should get back to your old self now? I liked you better that way. ചെയ്യാം. നോക്കാം. നിൻ്റെ അമ്മാവിന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ? ഇംഗ്ലീഷൊക്കെ അറിയുമോ അയാൾക്ക്? അല്ല, കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും അറിയണമല്ലോ. അങ്ങനെ അവളുടെ ആഗ്രഹത്തിന് ഞാൻ നിൽക്കാൻ തുടങ്ങി. എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതം ഞാൻ അവൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുക തന്നെ ചെയ്തു. കാരണം നമ്മുടെ കൂടെ ഉള്ളവരാണല്ലോ, അവർക്ക് നമ്മളെയല്ലേ അറിയൂ, നമ്മളെ മാത്രം. ഹിന്ദിക്കാരെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് നാട്ടുകാർ കുറേ പറയുമായിരുന്നു. അവരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ, ഹിന്ദി ഇഷ്ടമല്ലാത്തൊരാൾ. ഇപ്പം കണ്ടില്ലേ, എനിക്കിപ്പോൾ ഏറ്റവും പ്രിയങ്കരം ഹിന്ദിയാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അവളൊരു ഹിന്ദിക്കാരിയെന്നോ മലയാളിയെന്നോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഷീ ഈസ് മെയ്ഡ് ഫോർ മീ. അങ്ങനെ ആ പ്ലേസ്മെൻറ്റ് ടൈം വന്നു. കുറേ പേരെന്നെ സഹായിച്ചു. പക്ഷേ എനിക്കൊരിടത്തും എത്താൻ പറ്റിയില്ല. ഫുൾ അൺഫോർച്യുനേറ്റീസ് മാത്രം. ഫെയർവെല്ലും ഫെയർ വിഷസും എല്ലാം ഞങ്ങൾക്കറിയായിരുന്നു ഈ ഒരു സമയം ഞങ്ങളുടെ ഇടയിൽ വരുമെന്ന്. പക്ഷേ അന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അവളുടെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ലായിരുന്നു. തിരിച്ചു വരുമെന്ന ഉറപ്പ് എനിക്ക് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവനായ എൻ്റെ ക്യാമറ അവൾക്ക് ഞാൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു.
जाना ज़रूरी है. എന്താ പറയണ്ടേന്നറിയാതെ അവളെ നോക്കാതെ ഇറങ്ങണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിധി വീണ്ടും വീണ്ടും തെളിയിച്ചു. വിത്തൗട്ട് ഹർ ഐ എം നത്തിങ്, ജസ്റ്റ് നത്തിങ്. जिन सवालों के जवाब मैं ढूंढ रही थी वो सब उस कैमरा में थे. And I got it. Hello. ഗാലറ്റ ടവറിൽ പോയാലോ ഇപ്രാവശ്യം ടർക്കിയിൽ? What? What are you saying? നിൻ്റെ ആ അമ്മാവനില്ലേ, അയാളത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയുന്ന ഹിന്ദിയിലൊക്കെ, പക്ഷെ കറക്റ്റാണോന്നറിയില്ല. എന്താ? അതിപ്പോൾ ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ കുറച്ച് നാൾ ബിസി ആയിരിക്കും. അതെന്താ? അതെന്താന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് വയനാട് പോകണം. അപ്പോൾ പേടിക്കരുത് ഞാൻ വിളിച്ചില്ലെങ്കിലും, കേട്ടല്ലോ. Okay, take care, bye. Hello? What happened? Tell me. എനിക്ക് വേണ്ടി കരയാനും ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. ശത്രുക്കൾ പോലും. അതാണ് എൻ്റെ കഥ. But why? If she truly loved him, why did she kill him? Or did she just create someone? And if that's the case, why destroy him? None of this makes sense. Whatever. May I come in, ma'am? Hi, come inside. Rakshita, this is Kalhara, and she's my old student. And she's also a famous writer. Okay, I'm leaving. Okay, bye. Let's meet again, okay? Sure. Excuse me. I think this belongs to you. ഈ ഓർമ്മകൾ കാണുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ദുഃഖങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പുതിയ ലോകമുണ്ടാക്കാൻ പ്രേരിപ്പിക്കും. അവൻ ആഗ്രഹിച്ച ഇഷ്ടങ്ങളും എല്ലാം ആ ലോകത്ത് അവൻ കാണും, മനസ്സിൽ മാത്രം.